നമസ്കാരം. ദ ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സമദാനിയും ഇ.ടി. മുഹമ്മദ് ബഷീറും മലപ്പുറവും പൊന്നാനിയും പരസ്പരം മാറി മത്സരിക്കും. രാജ്യസഭാ സീറ്റിലേക്ക് യുവനേതാവിനെ പരിഗണിക്കുന്നുവെന്നും മുസ്ലിം ലീഗ്. നിർണായക തീരുമാനം ലീഗ് നേതൃയോഗത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ പുരോഗമിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായി ലീഗ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം രാജ്യസഭാ സീറ്റ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ രാജ്യസഭാ സീറ്റിലേക്ക് ഒരു യുവ നേതാവിനെ പരിഗണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ലീഗ് കടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ സമദാനിയും ഒപ്പം തന്നെ ഇ.ടി. മുഹമ്മദ് ബഷീറും പരസ്പരം മാറി മത്സരിക്കുന്ന കാര്യം അത് നേരത്തെ തന്നെ അനുമോദ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് ഈ രാജ്യസഭാ സീറ്റിലേക്ക് ഒരു യുവ നേതാവിനെ പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? PK ഫിറോസ് അടക്കമുള്ള ആളുകളുടെ പേര് നേരത്തെ ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. നാളെയാണ് ലീഗിൻ്റെ ഏറ്റവും നിർണായകമായ യോഗം ചേരാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള യോഗത്തിൽ ഈ ഒരു കാര്യം ധാരണയായിട്ടുള്ളത്. മലപ്പുറത്തും പൊന്നാനിയിലും സമദാനിയും ഇ.ടിയും പരസ്പരം മാറി മത്സരിക്കാനുള്ള ഒരു കാര്യം ഏകദേശം ധാരണയായിട്ടുണ്ട്. ഇത് നാളെയാണ് ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം വരിക. ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റിലേക്ക് ഒരു യുവ നേതാവിനെ പരിഗണിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിലുണ്ട്. കാരണം ഈ നേതാക്കൾ തന്നെ സ്ഥിരമായിട്ട് മുതിർന്ന നേതാക്കൾ തന്നെ മത്സരിക്കുമ്പോൾ അതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട്, പ്രത്യേകിച്ച് യുവ നേതാക്കൾക്ക്. അപ്പോൾ അവരുടെ ഒരു എതിർപ്പ് അത് ശമിപ്പിക്കാൻ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകാതെ പോകാനുള്ളൊരു വഴി എന്ന രീതിയിലാണ് രാജ്യസഭാ സീറ്റിൽ ഇരിക്കുമ്പോൾ അത് യുവാക്കൾക്ക് നൽകുമെന്നൊരു തരത്തിലേക്ക് ആലോചനകൾ നടക്കുന്നത്. കാരണം രാജ്യസഭാ സീറ്റ് ഇപ്പോഴും നമുക്ക് കോൺഗ്രസിൽ നിന്നും കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല. കിട്ടുമെന്ന പ്രതീക്ഷയാണ് ലീഗിനുള്ളത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊരു യുവ നേതാവിന് നൽകും എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, PK ഫിറോസ് തുടങ്ങി അതേപോലെ തന്നെ ദില്ലിയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് യൂത്ത് ലീഗ് നേതാക്കൾ ഇപ്പോൾ തന്നെ ലീഗിലുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു പരിഗണന കിട്ടാനുള്ള സാധ്യത ആ രാജ്യസഭാ സീറ്റ് ലഭിച്ചാൽ അതിനുണ്ട്. അത് ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു ആലോചന നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ പാർലമെൻറ്റിലേക്ക് യുവാക്കളെ പരിഗണിക്കാതിരിക്കുന്നതിൽ വലിയ എതിർപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അത് മുന്നിൽ കണ്ട് അത് തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യസഭാ സീറ്റ് ലഭിച്ചാൽ അതിൽ യുവാക്കളെ പരിഗണിക്കുമെന്ന തരത്തിലുള്ള ഒരു ധാരണ, ഒരു ചർച്ച നടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും അന്തിമ തീരുമാനങ്ങളൊക്കെ നാളെ ഉണ്ടാവുകയുള്ളൂ. നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് പൊന്നാനിയിലും മലപ്പുറത്തും, നിലവിൽ പൊന്നാനിയിലെ ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്തിൻ്റെ MP ആയ സമദാനി പൊന്നാനിയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. അത് ഏകദേശം ധാരണയായിട്ടുണ്ട് എന്ന് തന്നെ അറിയാൻ കഴിയുന്നു. ഒപ്പം രാജ്യസഭയിലേക്ക് യുവ നേതാവിനെ പരിഗണിക്കാനുള്ള ധാരണയിലാണ് മുസ്ലിം ലീഗ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ രാജ്യസഭ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷമേ ഇതിൽ മറ്റു കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ശരി, സമദാനിയും ഇ.ടി. മുഹമ്മദ് ബഷീറും മലപ്പുറവും പൊന്നാനിയും പരസ്പരം മാറി മത്സരിക്കും. ഒപ്പം രാജ്യസഭാ സീറ്റിലേക്ക് യുവ നേതാവിനെ പരിഗണിക്കുന്നു എന്നുള്ള നിർണായക തീരുമാനം കൂടിയാണ് ലീഗിന്റെ യോഗത്തിന് ശേഷം പുറത്തുവരുന്നത്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ CPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനുണ്ടാകും. നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. UDFനും BJPക്കും നഷ്ടമുണ്ടായി. LDFനെ തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി പുറപ്പെടുന്ന UDFനും BJPക്കും ഉണ്ടായ തിരിച്ചടി, LDF നേടിയ രാഷ്ട്രീയ വിജയം, അത് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ മനസ്സിൻ്റെ സൂചനയാണ്. പല ഭാഗത്താണ്, പല ജില്ലകളിലായിട്ടാണ്. ഏതെങ്കിലും ജില്ലയുടെയോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ ചിന്തഗതിയല്ല ഇത് പൊതുവിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും മനസ്സിൻ്റെയും ദിശ എന്താണെന്ന് നമ്മോടൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്നാണ് നിങ്ങളുടെ വിശ്വാസം. LDF ഇത്രയും ഐക്യത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഒരേ കാഴ്ചപ്പാടോടുകൂടി സമീപിക്കുകയും ഒരേ വികാരത്തോടെ ഒരേ സ്വരത്തിൽ ജനങ്ങളെ കാണാൻ പോവുകയും ചെയ്ത ഒരു കാലഘട്ടം ഏറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഐക്യത്തെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഈ കാറ്റ് മാറി വീശുന്ന കാര്യത്തിൽ
LDF വഹിച്ച രാഷ്ട്രീയ പങ്കുണ്ട്. ആ പങ്കിൻ്റെ എല്ലാ പ്ലസ് പോയിന്റ്സിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇലക്ഷനിലേക്ക് നീങ്ങുന്നത്. ഞങ്ങൾ സജ്ജമാണ്. ഇലക്ഷൻ എന്ന് പ്രഖ്യാപിച്ചാലും ശരി, LDF സജ്ജമാണ് എല്ലാ പ്രകാരത്തിലും. LDFിലെ ഓരോ പാർട്ടിയും ഒരേ സ്വരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. ഈ സ്ഥിതിയല്ല മറുഭാഗത്തുള്ളത്. മറുഭാഗത്തെ കാര്യം ഞാൻ ദീർഘമായി പറയുകയല്ല, നിങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒറ്റ പാർട്ടിക്കകത്തും രാഷ്ട്രീയ ഐക്യമില്ല, മുന്നണിക്കകത്ത് രാഷ്ട്രീയ ഐക്യം ഇല്ല. BJPക്കകത്തുള്ള ആഭ്യന്തരമായ പിണക്കങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ചുറ്റുപാടിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ മുഖമാണ്. രാഷ്ട്രീയ വ്യക്തതയുടെ, രാജ്യസ്നേഹത്തിൻ്റെ, ജനാധിപത്യ ബോധത്തിൻ്റെ, മതേതരാശയങ്ങളുടെ അർപ്പണബോധത്തിൻ്റെ എല്ലാം ഒരു പ്രകാശം നിറഞ്ഞ മുഖമാണ് LDFിൻ്റെ മുഖം. അതുകൊണ്ട് കൂടിയാണ് ഈ വിജയമുണ്ടാകുന്നത്. ഞങ്ങൾ കാണുന്നത് മുൻകാലങ്ങളിലേതുപോലെ UDFും BJPയും LDF വിരുദ്ധമായ അവിശുദ്ധ ബന്ധത്തിന് കൈകൾ കോർക്കുമെന്നാണ്. അത് പുതിയ കാര്യമല്ല അവർക്ക്. പലപ്പോഴും അന്ധമായ ഇടതുപക്ഷ വിരോധം മൂലം കൈകോർത്ത് പിടിച്ച കൈത്തളമുള്ള പാർട്ടികളാണ് UDFും BJPയും. ആ കൈത്തളവ് മാഞ്ഞു പോയിട്ടില്ല. ഇത്തവണയും അതുണ്ടായേക്കാം. അതിനെപ്പറ്റി കേരളത്തിലെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ബോധവാന്മാരാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്നത് മതേതര ബോധത്തിൻ്റെ, മതങ്ങൾക്കതീതമായ മനുഷ്യ ഐക്യത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇന്ത്യക്കത് ബോധ്യമാണ്. ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അടിസ്ഥാന മൂല്യങ്ങൾ, ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവുമാണ് ആ മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് LDF. ഇത്രയും ഉറപ്പോടെ അത് പറയുന്ന വേറെ ആരുമില്ല, ചെയ്യുന്ന വേറെ ആരുമില്ല. കോൺഗ്രസ് അത് ചാഞ്ചാട്ടം കാണിക്കുന്ന പാർട്ടിയാണ്. ബാബറി മസ്ജിദ് പൊളിക്കാൻ 92 ഡിസംബർ മാസം 6-ാം തീയതി RSS BJPക്ക് അരുതുന്ന കോൺഗ്രസ് ഇപ്പോഴും ആ കറുത്ത കളങ്കപ്പാട് മാഞ്ഞു പോകാത്ത കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ബാബറി പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ ക്ഷേത്രം പണിതിട്ട് ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി ചാഞ്ചാടി കളിച്ചത്. അതും ഇന്ത്യ കണ്ടതാണ്. ഈ രാജ്യം ചോദിച്ചു വന്ന് ആ ചടങ്ങിലേക്ക് ഗോഡ്സെയുടെ പാർട്ടി വിളിക്കുമ്പോൾ ഗാന്ധിജിയുടെ പാർട്ടിക്ക് എന്തിനാണ് ആശയക്കുഴപ്പം? ചാഞ്ചാട്ടം എന്തിനാണ്? ഉത്തരം പോലും കിട്ടിയിട്ടില്ല. ആഴ്ചകൾ ചാഞ്ചാടിയവർ CPIയും CPMും ആ നിമിഷം ആ ക്ഷണം നിരാകരിച്ചവരാണ്. ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞവരാണ്. ആ നിലപാടില്ലായിരുന്നുവെങ്കിൽ മിക്കവാറും കോൺഗ്രസ് പോയേനെ. ഞങ്ങൾ എടുത്ത നിലപാട് കൊണ്ട് അവസാനം കോൺഗ്രസ് പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പല നേതാക്കന്മാരും അവിടെ പോയി. പല മന്ത്രിമാരും പറയുന്നു ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ അമ്പലങ്ങൾക്കെതിരല്ല. അയോധ്യയിൽ അമ്പലം പണിതാൽ ഞങ്ങളെതിരല്ല. പക്ഷേ ബാബറി മസ്ജിദ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ് അമ്പലം പണിയേണ്ടത് എന്ന വാദം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, ബാബറി മസ്ജിദിൻ്റെ ശ്മശാന ഭൂമിയിൽ പണിത അമ്പലത്തോട് കോൺഗ്രസ് കാണിച്ച സമീപനം അത് ന്യൂനപക്ഷങ്ങളെ അമർഷം കൊള്ളിക്കുന്ന കോൺഗ്രസിന്റെ BJP അനുകൂലമായ നിലപാടിന്റെ പ്രതിഫലനമാണെന്ന് അവർ കാണുന്നുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം,
ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് രണ്ടാമത്തേത്, ക്രിസ്ത്യൻ മൈനോറിറ്റി. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടോ അംഗമായിട്ട്? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഇല്ല അംഗമായിട്ട്. മുസ്ലിം വിഭാഗം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് ഒരംഗത്വം പോലും കൊടുക്കാത്ത മൈനോറിറ്റി കമ്മീഷനാണ് ഇവിടെ ഉള്ളത്, ഇന്ത്യയിലുള്ളത്. BJP നേതാക്കന്മാർ ക്രിസ്തീയ പുരോഹിതന്മാരെ കാണുമ്പോൾ ചിരിക്കും, കൈകൊടുക്കും, കെട്ടിപ്പിടിക്കും, അതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവരുടെ സങ്കടം പറയാൻ വേണ്ടിയുള്ള ഒരു വേദിയിൽ മൈനോറിറ്റി കമ്മീഷനിൽ ഒരംഗത്വം പോലും കൊടുക്കില്ല. അതവർ കാണുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ പറയുന്നു, ന്യൂനപക്ഷാവകാശങ്ങളെ രാഷ്ട്രീയ നിലപാടിൻ്റെ അവിഭാജ്യമായ ഭാഗമായി കാണുന്ന ഇടതുപക്ഷത്തെ ന്യൂനപക്ഷങ്ങൾ സ്വന്തം മിത്രങ്ങളായി കാണുന്നു. ഹിന്ദുമതത്തിന്റെ വിശാലമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ജനങ്ങൾ, വിശ്വാസികൾ, അവർ ഞങ്ങളെ കാണുന്നത് മിത്രങ്ങളായിട്ടാണ്. മതഭ്രാന്തിന്റെ ഭാഗത്തേക്ക് മറ്റെല്ലാവരും എഴുതി പോകുമ്പോൾ മതവിശ്വാസങ്ങളെ മാനിക്കുന്ന, വിശ്വാസികളെ മാനിക്കുന്ന, അതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളാണ് ഇന്ത്യയുടെ വർത്തമാനത്തിന്റെയും ഭാവിയുടെയും കാതലായ ഭാഗം എന്നുറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷമാണ് രാഷ്ട്രീയമായ ശരിയെന്ന് എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യവും LDF അനുകൂലമായ ഈ കാറ്റ് വീശാൻ കാരണമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ചുവടുവെച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. CPI പലവട്ടം പറഞ്ഞു 20-ൽ 20 സീറ്റുകളും ജയിക്കലാണ് LDF ലക്ഷ്യം. അതിൽ CPIയോട് മത്സരിക്കാൻ LDF പറയുന്ന 4 സീറ്റുകളിലും ഞങ്ങൾ ജയിക്കും, LDF ജയിക്കും. അതിനുവേണ്ടിയുള്ള സംഘടന, രാഷ്ട്രീയ ഒരുക്കങ്ങളെല്ലാം LDF പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥികൾ ഇവരാണ്. ഇവരെല്ലാവരെയും നിങ്ങൾക്കറിയാം. എല്ലാവരും എല്ലാവരും കറയറ്റ വ്യക്തിത്വമാണോ ഉള്ളത് അവർക്കെല്ലാം. അവരെല്ലാവരും ജനകീയ പോരാട്ടങ്ങളിൽ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും ജനങ്ങളുടെ കൂട്ടുകാരാണ്. ആ ബന്ധവുമുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായി. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക. തിരുവനന്തപുരം സഖാവ് പന്നിയൻ രവീന്ദ്രൻ, മാവേലിക്കര സഖാവ് CA അരുൺകുമാർ, തൃശൂർ സഖാവ് VS സുനിൽകുമാർ, വയനാട് സഖാവ് ആനി രാജ. അതായിരിക്കും CPI സ്ഥാനാർത്ഥി പട്ടിക. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട്. എവിടെയും, വയനാട്ടിലും മത്സരിക്കാം. രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തിപരമായി വിദ്വേഷമൊന്നുമില്ല. നമ്മൾ തൃശ്ശൂരുള്ള ആളല്ലേ, അപ്പൊ തൃശ്ശൂർ ഞങ്ങൾക്ക് പ്രത്യേകം പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തൃശ്ശൂർ ഉള്ള ആളുകൾ എന്ന നിലയിലും, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിടിക്കുക വാങ്ങുക എന്നുള്ളതിന്റെ കാര്യം നമുക്കില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ നമുക്ക് തരുമെന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അപ്പൊ ജനങ്ങൾ അത് തരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ തൃശ്ശൂര് വലിയ നിയമസഭയിൽ വലിയ നേട്ടം ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. പക്ഷേ ലോക്സഭയിൽ കഴിയുന്ന സംസ്ഥാനം ഒട്ടാകെ സീറ്റ് ഇടതുമുന്നണിക്ക് വലിയ പരാജയം ഉണ്ടായി. ഇപ്പൊ എന്താണ് രാഷ്ട്രീയ മാറ്റം കാണുന്നത്? അല്ല, കഴിഞ്ഞ തവണത്തെ LDFന്റെ പരാജയം എന്ന് പറയുന്നത് അന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ പോകുന്നു.
എന്നൊക്കെയുള്ള ചിന്താഗതി ഇവിടെ ഇന്ത്യയിൽ ഒരു ഒറ്റകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനായിരിക്കും അല്ല BJPക്കായിരിക്കും കൂടുതൽ സീറ്റ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ ഒരു മതേതര ഗവൺമെന്റ് വരുന്നതിന് വേണ്ടി BJPയേക്കാൾ കൂടുതൽ ഒറ്റകക്ഷി എന്നതിൽ സീറ്റ് കിട്ടേണ്ടത് കോൺഗ്രസിനാണെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും LDFന് വോട്ട് ചെയ്യാതെ UDFന് വോട്ട് ചെയ്തുകൊണ്ടാണ് 19 സീറ്റിൽ അവർ വിജയിച്ചിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യം ഇന്ത്യ മുന്നണിക്ക് രൂപപ്പെട്ടതിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ MP-മാർ അവിടെ കൂടുതലുണ്ടാവുന്നതാണ് കേരളത്തിന് വേണ്ടി സംസാരിക്കാനും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രാജ്യം നിലനിൽക്കണോ, ജനാധിപത്യം നിലനിൽക്കണമോ, അല്ലെങ്കിൽ മതേതരത്വം നിലനിൽക്കണമോ എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ മുന്നണിയുടെ MP-മാരുണ്ടാകണമെന്നുള്ളത് കേരളത്തിലെ മതേതര വിശ്വാസികളുടെ ആവശ്യമാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുന്നണി നിലയിലും VS സുനിൽകുമാറിന്റെ സ്ഥാനത്ത് CPM-ന് കൂടി വളരെ സന്തോഷമുള്ള കാര്യം നമുക്കറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് മുന്നണിയുടെ ഐക്യമൊക്കെ? ഞങ്ങള് ഇതുപോലെ വളരെ കോടികളായ അല്ലെങ്കിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു കാലം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2016, 2021 ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. ആ രാഷ്ട്രീയ ഐക്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട ഐക്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് അടുത്ത എതിരാളി ആരാണ്? UDF ആണോ BJP ആണോ? തീർച്ചയായിട്ടും UDF തന്നെയാണല്ലോ. അതിപ്പോ നമ്മൾ BJP മോശം ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ത്രികോണ മത്സരം ഉണ്ടായപ്പോഴും UDF തന്നെയാണ് അവിടെ ഞങ്ങളുടെ തൊട്ടുമുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെപ്പറ്റി തർക്കിക്കേണ്ട കാര്യം നമുക്ക് ഇന്നും തോന്നുന്നില്ല. ഏതായാലും വിജയാശംസകൾ. തീർച്ചയായിട്ടും ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥിയെ ലഭിക്കാവുന്ന തൃശൂർ ജില്ലയിൽ ഒരുപക്ഷെ CPIക്ക് ലഭിക്കാവുന്ന ഏറ്റവും ജനകീയ സ്ഥാനാർത്ഥി ഇറക്കിയാണ് തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചത്. തൃശൂരിൽ PS സുനിൽകുമാർ അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി VV അരുണുമായി പ്രതികരിക്കുകയായിരുന്നു. തൃശൂരിൽ വിജയം സുനിശ്ചിതമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പൊളിറ്റിക്കൽ വിസ്ഡം ഉയർത്തിപ്പിടിക്കാൻ, അതിന്റെ വിവേകം കാണിക്കാൻ ബാധ്യതയുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. അതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ചെയ്യട്ടെ. അല്ല, ഞങ്ങൾ നോട്ട് സോ കീൻ അബൌട്ട് ദാറ്റ്. ആരും വരട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ പ്രഖ്യാപിച്ചത്. തൃശൂരിൽ VS സുനിൽകുമാർ, തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, വയനാട്ടിലേക്ക് വരുമ്പോൾ ആനി രാജയെ രാഹുൽ ഗാന്ധിക്ക് എതിരായി നിർത്താനുള്ളൊരു തീരുമാനം CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാവേലിക്കരയിൽ C അരുൺകുമാർ യുവനേതാവിനെ ഇറക്കിക്കൊണ്ട് കൊടിക്കുന്നിനെതിരെ രംഗത്തിറക്കാനും തീരുമാനമായിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ കണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. Winterfield Guard. LDFന്റെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നവരെ പരിഹസിച്ച് K സുരേന്ദ്രൻ. പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ് LDF സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആളെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി. കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് അഴിമതി നടത്തിയ എളമരം കരീമാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെന്നും K സുരേന്ദ്രൻ. EP ജയരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ K മുരളീധരൻ. ലീഗിന് വേണ്ടി EP ജയരാജൻ കാര്യമായി കണ്ണീരൊഴുക്കുന്നുണ്ട്. UDFനെ ഉപദേശിക്കാൻ വരും മുമ്പ് ആദ്യം RJDയുടെ കണ്ണീര് തുടക്കട്ടെ എന്നും EP ജയരാജൻ തുടക്കട്ടെ എന്നും K മുരളീധരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ മത്സരിച്ചേക്കും. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമെന്ന് AICC നിർദ്ദേശിച്ചു. എന്നാൽ സുധാകരൻ തീരുമാനം അറിയിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡിക്ക് മുൻപാകെ ഹാജരായില്ല. 7ാം തവണയാണ് കെജ്രിവാൾ ഹാജരാകാതിരിക്കുന്നത്. കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ സമൻസ് പുറപ്പെടുവിക്കാതെ ഉത്തരവ് വരുന്നതുവരെ ഇഡി കാത്തിരിക്കണമെന്ന് ആം ആദ്മി നേതൃത്വം. ഇഡി നടപടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയുള്ള സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. പ്രതിപക്ഷ സഖ്യം തകർക്കണമെന്നവർ ആഗ്രഹിക്കുന്നു. ഇന്ത്യ സഖ്യം വിടില്ലെന്നും കെജ്രിവാൾ. ജാർഖണ്ഡിലെ കോൺഗ്രസ് MP ഗീതാ ഖോഡ BJPയിൽ ചേർന്നു. സിംഗ്ഭൂമിൽ നിന്നുള്ള MPയും മുൻ മുഖ്യമന്ത്രി മധു ഖോഡയുടെ ഭാര്യയുമാണ് ഗീതാ ഖോഡ. BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടിയുടെ സാന്നിധ്യത്തിലാണ് BJPയിൽ ചേർന്നത്.
പശ്ചിമബംഗാളിലെ സന്ദേശ് സംഘർഷത്തിൽ തൃണമൂൽ കോൺഗ്രസിലെ ശക്തനായ പ്രാദേശിക നേതാവ് ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യണമെന്ന് കൽക്കട്ട ഹൈക്കോടതി. ലൈംഗികാതിക്രമ കേസുകളിലും ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിലുമാണ് അറസ്റ്റിന് നിർദ്ദേശം. പ്രാദേശിക നേതാവ് അജിത് മെയ്ദിയെ ഭൂമി പിടിച്ചെടുത്തെന്ന കേസിൽ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിന് ആശ്വാസം. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിരോധിക്കണമെന്നും ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. നിയമം നടപ്പാക്കുന്നതിന് മുമ്പാണ് ഹർജി നൽകിയതെന്നും നിയമം ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാജ്യവ്യാപകമായി ട്രാക്ടറുകൾ ദേശീയപാതകളിൽ നിരത്തി കർഷക പ്രതിഷേധം. ലോക വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നാവശ്യപ്പെട്ട സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രതിഷേധം. അഴിമതി കേസിൽ തമിഴ്നാട് മന്ത്രി എ പെരിയസ്വാമിക്ക് തിരിച്ചടി. പെരിയസ്വാമിയെ കുറ്റവിമുക്തനാക്കിയത് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. മന്ത്രി വിചാരണ നേരിടണം. മാർച്ച് 31-നകം വിചാരണ പൂർത്തിയാക്കണം. വിചാരണ നീട്ടാൻ പ്രതികൾ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനും നിർദ്ദേശം. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ തോത് 5% താഴ്ന്നതായി നീതി ആയോഗ്. ഗാർഹിക ഉപഭോഗ ചെലവ് അടിസ്ഥാനമാക്കിയാണ് അവകാശവാദം. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഉപഭോഗം വർദ്ധിച്ചു. ഗ്രാമീണ മേഖലയിൽ പ്രതിമാസ ആളോഹരി ഉപഭോഗ ചെലവ് 40.42% വർദ്ധിച്ചെന്നും സർവേ. ബീഹാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 9 പേർ മരിച്ചു. അപകടം ബീഹാറിലെ കൈമൂർ ജില്ലയിലെ ദേവ്കാളി ഗ്രാമത്തിൽ. ട്രക്കും ജീപ്പും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 8 പേരുമായി പോയ ജീപ്പ് മോട്ടോർ സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനങ്ങൾ എതിർദിശയിൽ വന്ന ട്രാക്കിൽ ഇടിക്കുകയായിരുന്നു. വാരണാസി ഗ്യാൻവാപ്പി തർക്കത്തിൽ മുസ്ലിം വിഭാഗത്തിന് അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. പള്ളിയിൽ പൂജ നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി തള്ളി. അഞ്ജുമാൻ ഇൻതസമായി കമ്മിറ്റിയുടെ ഹർജിയാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ തള്ളിയത്. പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം മോദി ഉദ്ഘാടനം ചെയ്യും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ 50,000 പേർ പങ്കെടുക്കുമെന്ന് BJP. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 5,725 രൂപ, പവന് 45,800 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 4,775 രൂപ, പവന് 38,200 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോഗ്രാമിന് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മുംബൈയിലായിരുന്നു അന്ത്യം. ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ദീർഘനാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. അലഹബാദ് ഹൈക്കോടതിയിൽ തിരിച്ചടി. പള്ളിയിൽ പൂജ നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകി